ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. മലയാള സിനിമയിൽ പല തലമുറയോടൊപ്പം 6 പതിറ്റാണ്ടിലേറെ ആടിത്തകർത്ത പറവൂർ ഭരതനാണ് ഇവിടെ നമ്മളോടൊപ്പം ഇന്ന്. മലയാള തനിമയുള്ള ഒരുപാട് വേഷങ്ങളിലൂടെ ഒരുപാട് കാലം സിനിമയോടൊപ്പം നടന്ന പറവൂർ ഭരതൻ ഇന്ന് ക്ഷീണിതനാണ്. വാർദ്ധക്യവും ഒട്ടനവധി രോഗങ്ങളും തളർത്തുമ്പോഴും ഭരതൻ സിനിമയുടെ ഇടിമുഴക്കങ്ങളിൽ മനസ്സ് ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. നാടകം ഇതിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി. സിനിമ ഈ അഭിനയത്തിൽ ആ നാടകത്തിൽ എന്നുള്ളത് നാടകത്തിൽ ഞങ്ങൾ ഒരുപാട് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നോക്കി 1 മാസത്തോളമൊക്കെ അത് പല നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഗസ്റ്റിൻ ജോസഫ്, കുഞ്ഞു ഭാഗവതർ, നമ്മുടെ ഈ ജോസ് പ്രകാശ് അദ്ദേഹത്തിൻ്റെ നാടകം എന്നുള്ളത് മണർകാട്ട് പാപ്പൻ്റെ നാടകം. മുൻഷി പരമള സാറിൻ്റെ കഥ ഇദ്ദേഹം അഭിനയിക്കുന്നു. കാഞ്ചന. അപ്പം ഞാനൊരു കഥാപാത്രം എനിക്ക് ഉണ്ടായിരുന്നു. അതൊരു ക്യാരക്ടർ റോളായിരുന്നു, കോമഡിയല്ല. എന്നൊരു ഉപജീവന മാർഗമായിട്ട് പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. വേറെ ഒന്നും അറിഞ്ഞൂടാ. വേറെ ഒന്നിലേക്കെടുത്ത് നമ്മൾ പോയി അത് ഈ ഇത് നല്ല റിസൾട്ട് ഉണ്ടെങ്കിലേ അതിനകത്ത് പിന്നെ വേറെ തൊഴിലിൽ പോകാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും തരത്തിൽ ചെത്തുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചവിട്ടുകാരനോ ഇങ്ങനെയൊക്കെയുള്ള അതിന് എക്സ്പെർട്ടായിട്ട് വരണ്ടേ. നല്ല പേര് അതിനും നല്ല ശാരീരിക ഇതും കഴിവും ഒക്കെ വേണമല്ലോ. അന്ന് പിന്നെ ഇതിനെപ്പറ്റി ഒന്നും തീരുമാനിച്ചാൽ ഇങ്ങനെ ഒന്നുമല്ല. ഇങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടത് 10,000 പടങ്ങളിലോളം. പറവൂർ ഭരതനുമുണ്ട് ഓർമ്മിക്കാൻ പട്ടിണിയുടെയും പ്രാരാബ്ധത്തിന്റെയും ഒരു ഭൂതകാലം. സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു അച്ഛന്റെ മരണം. തൊണ്ട് തല്ലിയും ചകിരി പിരിച്ചും അമ്മ മകന്റെ പഠിപ്പ് മുടങ്ങാതിരിക്കാൻ ശ്രമിച്ചു. കലാകാരനാകാൻ വിധിക്കപ്പെട്ട ഭരതൻ പക്ഷേ പഠിപ്പ് വിട്ട് അഭിനയത്തിന്റെ പുറകെ പോയി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. നാടകം, സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാണുന്നതും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുന്നതൊക്കെ ഒരു ഹരമായിരുന്നു. അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഇങ്ങനൊരു ഒരു പടത്തിൻ്റെ ഇത്. അത് 1952 രക്തബന്ധം എന്ന് പറഞ്ഞൊരു നാടകം സിനിമയാക്കിയപ്പോൾ അതിനകത്തൊരു കഥാപാത്രം ഇങ്ങനെ വന്നു. നാടകത്തിലില്ല, സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബാങ്കിലെ പ്യൂണായിട്ട് അതിനകത്തൊരു കഥാപാത്രം വേണം. അങ്ങനെ എന്നെ വന്ന് വിളിക്കുക. ഇവിടെ ആലുവയിലുള്ള ഒരു കർണാടകയിലാണ് അത് പിടിക്കുന്നത്. അപ്പോൾ വന്നത് പറവൂരുള്ളൊരു പാനു, എന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഒരു കലാകാരനും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ചേരാനുള്ള സഹകരിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയത്. അതിനൊരു പ്രത്യേകിച്ച് തോന്നുന്നില്ല. പറഞ്ഞ് ചെയ്യാം. നമുക്കിപ്പോൾ അതിനകത്തൊരു ഭയമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമോ എന്ന് ഇപ്പോഴുള്ള ആരൊന്നും അന്ന് തോന്നിയിരുന്നില്ല. പറഞ്ഞത് നമ്മൾ ചെയ്യും, നമ്മുടെ ആഗ്രഹമാണല്ലോ. അതിന് ഭയങ്കര ആഗ്രഹം ഈ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നുള്ളൂ. ഒരു സന്ദർഭം വന്നാൽ അത് പാഴാക്കാൻ പറ്റില്ല. ആ ഒരു നിലപാടിൽ ഇങ്ങനെ പോയി. നാടക അരങ്ങിൽ നിന്ന് സിനിമയിലേക്ക് അപ്രതീക്ഷിതമായി കയറിയെത്തി ഈ മനുഷ്യൻ. ഭരതനെ പോലെ ഒരു കുറിയ മനുഷ്യൻ സിനിമയിൽ എന്തത്ഭുതം കാട്ടാനാണെന്ന് ചിന്തിച്ച നാട്ടുകാർക്ക് മുന്നിൽ പിൽക്കാലത്ത് അത്ഭുതമായി വളരുകയായിരുന്നു ഈ നടൻ. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 1-2 പടം അടുപ്പിച്ച് കിട്ടി. കേരളശ്രീ എന്ന് പറഞ്ഞൊരു പടം.
വൈക്കം വാസു നായർ, കാലാക്കൽ കുമാരൻ, ഞങ്ങളെ ഒരുമിച്ച് കോമഡി സീനൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ വേറൊരു മരുമകൾ, അത് ഞങ്ങളെ ഗോത്രത്തിലുള്ള ഒരാളാണ്. പിന്നീട് മനസ്സിലാണ് ഞങ്ങളുടെ നാട്ടുകാരാണ് ഈ പ്രൊഡ്യൂസർ പോൾ കല്ലിങ്ങിലെ. അത് മനസ്സിലാകുന്നതൊക്കെ അപ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടി സേലത്ത് ആയിരുന്നു എൻ്റെ ഷൂട്ടിങ്. അങ്ങനെ 2-3 അടുപ്പിച്ച് 2-3 പടം കിട്ടി. അപ്പോൾ അതിനൊന്നും നമ്മൾ അവരെ അന്വേഷിക്കുകയോ പോവുകയോ നടക്കേണ്ട ഗതികേടൊന്നും വന്നില്ല. ഭക്ത ഉജാല, പിന്നെ മേലാൻഡിൻ്റെ കറുത്ത കൈ, അതിനാണ് ഏറ്റവും നല്ല വേഷം. ത്രൂ ഔട്ട് ബിഗിനിങ് ടു എൻഡ് വരെ ഉള്ള റോളായിരുന്നു. ഒരു വില്ലൻ, അവർ വില്ലനാണ്. എടുത്തു വന്നപ്പോൾ വില്ലനാണ്. നമ്മൾ വില്ലത്തരൊന്നും കാണിക്കുന്നില്ല. എടുത്തു വന്നപ്പോൾ വളരെ മനുഷ്യന് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സീൻസൊക്കെ ഉണ്ട്. അവർ അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു തരും, നമ്മളതുപോലെ ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇന്നൊക്കെ അങ്ങനെ ആരും അത് തരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അത്ര കണ്ട് വളരെ വലിയ കഥാപാത്രമാണ്, റോളാണ്. ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അതൊരു പടത്തിൻ്റെ വിജയപരാജയങ്ങൾ അതിൽ ഈ ആർട്ടിസ്റ്റിൻ്റെ കൈ കിടക്കുകയാണ്. അടുത്ത കയ്യിൽ ഈ വില്ലനാണെങ്കിൽ വേറെ ഒന്നിൽ ചിലപ്പം നമ്മൾ കോമഡി ആയിരിക്കും, ഹാസ്യ. അതങ്ങനെ പറഞ്ഞിട്ടല്ലേ ചെയ്യണത്. സന്ദർഭങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചെയ്തു ഓരോന്ന് കുറേ മനസ്സിലാക്കുകയും ചെയ്യുന്നു. സത്യസാറിനും പ്രേം നസീറും വളരെ നല്ല, ആ മതത്തിൽ യാതൊരു ഇതും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ആരെ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ട് മനസ്സിലാക്കാനും കാണാനും ഒക്കെ നമുക്ക് ഒരാഗ്രഹം ഉണ്ടാകാറുണ്ട്. പോകാൻ അവന് സമയം കളയാറുണ്ട്. അങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിലാക്കുന്നു. ഇന്നൊക്കെ നസീർ സാർ പറഞ്ഞു വേണ്ട പറഞ്ഞത്. ഇപ്പോൾ വേറെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പുലികേശ് സെൻട്രൽ ഡയറക്ടറുണ്ട്. അയാളിങ്ങനെ പറഞ്ഞ് ഇടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് പറഞ്ഞ് നസീർ സാറ് പറഞ്ഞു, നമ്മളായിട്ട് ഈ ബുദ്ധിമുട്ടിങ്ങനെ ഈ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല എന്ന് കാണുമ്പോൾ അവർക്ക് പറഞ്ഞാൽ ചെയ്തോളുമെന്ന് ഉള്ള ഒരു തോന്നലൊന്നുമല്ലേ. അങ്ങനെ ചെയ്യിക്കുന്ന കണ്ടപ്പോൾ നസീർ സാറ് പറഞ്ഞു വേണ്ട, അത് ചെയ്യേണ്ട, ഇങ്ങനെ വേറെ ആരെങ്കിലും ചെയ്താൽ മതി. പക്ഷെ അവരത് കേട്ടില്ല, നമ്മളത് ചെവിക്കൊണ്ടില്ല. അത് ജീവിതത്തിലെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഒരു ഏണിപ്പടിയുടെയും സഹായമില്ലാതെ സിനിമയിൽ നീണ്ടകാലം കടന്നു വന്ന ആളാണ് ഭരതൻ. കഴിവുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഇവിടെ നിലയുറപ്പിച്ചതും.